ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി അടിച്ചു പൊളിച്ച് പോയ ഒരു ട്രിപ്പിൻ്റെ കഥയായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ട്രിപ്പ് രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു 11-12 പേരുണ്ടായിരുന്നു കേട്ടോ ഈ ട്രിപ്പിൽ. അപ്പോൾ ഇതിപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫാമിലി ആയിട്ടാട്ടോ നമ്മൾ പോണത്. അപ്പോൾ നമ്മൾ പോണ സ്പോട്ട് എന്ന് പറയുന്നത് ഇടുക്കിയിലെ കാൽവരി മൗണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. അടിപൊളി സ്ഥലമാണ് കേട്ടോ നമ്മൾ പോകാൻ പോണത്. അപ്പോൾ നമ്മുടെ സ്പോട്ട് ഏകദേശം എത്തി. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിലാണ് കേട്ടോ നമ്മുടെ സ്പോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ താമസിക്കാൻ പോകുന്ന സ്ഥലം അത്യാവശ്യം ഉയരത്തിലായിരുന്നു കേട്ടോ. ഏറ്റവും ഹൈ റേഞ്ചിലായിരുന്നു അത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിയൊക്കെ ഒന്ന് വലിഞ്ഞു കയറാനൊക്കെ ആയിട്ട് ഇത്തിരി പാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അവിടെ കണ്ട ഒരു കുരിശിൻ്റെ ഒരു സീനാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഈ കണ്ടോ, ഈ റിസോർട്ടിനേലൊക്കെ ഏറ്റവും മുകളിലായിരുന്നു നമ്മുടെ സ്പോട്ട് വരുന്നത്. അപ്പോൾ എന്താ പറയുക, നല്ല സ്പീഡിലാണ് പോകേണ്ട വന്നു. അതുപോലെ തന്നെ അത്യാവശ്യം ടെൻഷനായിരുന്നു, കാരണം ഇത്ര ലോഡായിട്ട് വണ്ടി ഇങ്ങനെ വലിഞ്ഞു കയറാനായിട്ട് ഇത്തിരി പാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് മഴയുണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മഴയൊക്കെ മാറി അടിപൊളിയായിരുന്നു കേട്ടോ. എൻ്റെ സന്തോഷം കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടായിരുന്നു ആ സ്ഥലം. ഞാൻ പ്രതീക്ഷിച്ചതിനേലും അതിലുപരി മനോഹരമായിരുന്നു കേട്ടോ. ഭയങ്കര ഭംഗിയായിരുന്നു. ചുറ്റും തേയിലത്തോട്ടത്തിൻ്റെ നടുക്കായിരുന്നു ഞങ്ങളുടെ വീട് വന്നായിരുന്നു. ഇതൊരു കുരിശുമലയാണ് കേട്ടോ. അവിടെ ഏറ്റവും മുകളിൽ ഒരു കുരിശ് കാണാം. പക്ഷെ അത് ഇപ്പോൾ വീഡിയോയിൽ ക്ലിയർ അല്ല. അപ്പോൾ നിങ്ങൾ ഈ സ്ഥലം നോക്കിക്കോട്ടോ. ഇതിപ്പോൾ കോട മറഞ്ഞു കിടക്കുകയാണ്. കോട മാറുമ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. നിങ്ങൾ നോക്കിക്കേ, എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ. അത്ര അതിമനോഹരം. എനിക്ക് പറയണ്ടെന്നറിയില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് നല്ല ഭംഗിയാണെങ്കിൽ കുറച്ച് നേരം കോട വന്ന് മൂടും, പിന്നെ അത് മാറും. അപ്പോൾ കാണുന്ന കാഴ്ച അത് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടത് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഇടുക്കി റിസർവോയറാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അടിപൊളി സ്ഥലമാണ്, മസ്റ്റ് വിസിറ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. തേയിലത്തോട്ടത്തിൻ്റെയൊക്കെ നടുക്ക് കൂടി കുറച്ച് നടന്നു. പിന്നെ ഇവിടെ മഴ അങ്ങനെ നിന്ന് പെയ്യുന്നുണ്ടായില്ല. ഭയങ്കര കാറ്റായതുകൊണ്ട് തന്നെ മഴ വരും മാറും അങ്ങനെയായിരുന്നു. പിന്നെ ഫുൾ കോടയായിരുന്നു കേട്ടോ അവിടെ നിറച്ചും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നോണ്ടിരുന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. ഭയങ്കര കൗതുകം തോന്നി. കാരണം ആ ചേട്ടൻ ഭയങ്കര സിമ്പിളായിട്ടാണ് വണ്ടി കയറ്റിക്കൊണ്ട് വന്നത്. പക്ഷെ ഞങ്ങൾ കാറിന് വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നു ഇങ്ങനെ ഈ സ്പോട്ടിലേക്ക് എത്താനായിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ അതൊരു ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിള്ളേരും ചേച്ചിമാരും എല്ലാവരും കൂടി ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി നമ്മൾ സ്ഥലമൊക്കെ ഒന്ന് കാണാനായിട്ട്. പിന്നെ എൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് നിങ്ങൾ കാണുന്നത്, ഒന്ന് വിചാരിക്കണം കേട്ടോ. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ വന്ന് തേയിലയൊക്കെ നുള്ളാൻ വന്നായിരുന്നു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഞങ്ങൾ ഇത്രയും ടീമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഒരേ വൈബുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. മാക്സിമം എല്ലാവരും എൻജോയ് ചെയ്തു. പിള്ളേരടക്കം അടിപൊളിയായിരുന്നു എല്ലാവരും. അപ്പം ഞങ്ങൾ സ്പീക്കറൊക്കെ ആയിട്ട് പുറത്തോട്ട് ഇറങ്ങി കുറച്ച് പാട്ടൊക്കെ ഇട്ടു. പിന്നെ നല്ല കാറ്റായിരുന്നു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ അറിയാം കേട്ടോ. എൻ്റെ മുടിയൊക്കെ പറന്ന് നടക്കായിരുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ റീൽ ടൈമാണ് കേട്ടോ. പാട്ടൊക്കെ വെച്ചു, എല്ലാവരും തകർത്തു. ഇതേത് പാട്ടാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, ഞങ്ങൾ ഏത് പാട്ടിട്ടാണ് കളിക്കണേ. അപ്പോൾ ഇത് ചേട്ടൻ, ഇത് അങ്കിളായിരുന്നു, പിന്നെ ചേച്ചി എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഡാൻസും അതുപോലെ ചെറിയ ചെറിയ റീൽസ് കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം ഇത് രാവിലെ ആയിരുന്നു കേട്ടോ, ഒരു 5 മണിയായി കാണും. അപ്പോൾ ഞങ്ങൾ ഒരു ട്രക്കിംഗ് ഒക്കെ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ ആ സമയത്ത് നല്ല മഴയായിട്ട് പറ്റിയില്ല. പിന്നെ ഫുൾ കോടയായിരുന്നു കേട്ടോ. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ ഇറങ്ങിയായിരുന്നു. നല്ല തണുപ്പായതുകൊണ്ട് ഫുൾ ടൈം ജാക്കറ്റും ഇട്ടുകൊണ്ടാണ് നടന്നത്. പിന്നെ എവിടെ നോക്കിയാലും നല്ല നല്ല സ്ഥലങ്ങളായിരുന്നു ക്യാപ്ചർ ചെയ്യാനായിട്ട്. അതിമനോഹരമായിട്ടുള്ള സീനറീസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ എടുത്തായിരുന്നു. ഈ വീഡിയോസ് എല്ലാം എടുത്തത് എൻ്റെ ഹസ്ബൻഡായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ വീഡിയോസിൽ കുറവായിരുന്നെങ്കിലും ഞങ്ങളുടെ വീഡിയോസൊക്കെ കുറേ എടുത്തു തന്നായിരുന്നു, ഞങ്ങളുടെ പിള്ളേരുടെയും എല്ലാവരുടെയും. ഇത് നോക്കിക്കേ നിങ്ങൾ, നല്ല കാറ്റായിരുന്നു. ഞങ്ങളിതൊക്കെ ഒരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോസിലൊക്കെ. അപ്പോൾ ആളാണ് കേട്ടോ നമുക്ക് എല്ലാം എടുത്തു തന്നത്. നല്ല ഭംഗിയായിട്ട് എടുത്തു തന്നായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഓരോരോ റീലിന് വേണ്ടി എടുക്കുന്ന വീഡിയോസാണ് കേട്ടോ. നിങ്ങൾ എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലം എന്തായാലും വന്ന് കാണുക.
അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. അപ്പം നമ്മുടെ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ താഴെ മെൻഷൻ ചെയ്യാം കേട്ടോ, ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് പിന്നെ പിള്ളേരുടെ റീൽസ് ടൈമാണ് കേട്ടോ. അപ്പോൾ അവർ കളിക്കുന്ന പാട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാറ്റുമേലെ ആ പാട്ടായിരുന്നു കേട്ടോ. അവർ അത്യാവശ്യം അടിപൊളിയായിട്ട് കളിച്ചു. പിന്നെ പിള്ളേരും ഞങ്ങളും എല്ലാവരും എൻജോയ് ചെയ്തു കേട്ടോ, കാരണം അത്രയും നല്ല സ്ഥലമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകേണ്ട സമയമായിട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഇറങ്ങിയത്, ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ബൈ ബൈ ഇടുക്കി എന്ന് പറഞ്ഞൊക്കെ നമ്മൾ പോവാണ് കേട്ടോ. അതാണ് ആ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ കൊണ്ടുപോയി നമ്മൾ പോകാൻ സമയമായപ്പോൾ അവിടുത്തെ കോടയൊക്കെ മാറിയിട്ടുണ്ട്, ഫുൾ നമുക്ക് സീൻ കാണാം കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഇത് വണ്ടിയിൽ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി സീനാണ്. പിന്നെ എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 2 ദിവസം നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അടിച്ചു പൊളിച്ചു എന്ന് വെച്ചാൽ അടിച്ചു പൊളിച്ചു. അപ്പോൾ പോകാൻ നേരം ഭയങ്കര സങ്കടമായിരുന്നു എല്ലാവർക്കും. അയ്യോ ഇത്രയും നല്ല സ്ഥലമായിരുന്നല്ലോ, കുറച്ചും കൂടി നിൽക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ 2 ദിവസത്തേക്ക് വന്നുകൊണ്ട് തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പോയായിരുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞു പോണ വഴിക്ക് നമുക്ക് അവിടെ ഇടുക്കിയിൽ വ്യൂ പോയിൻ്റ് ഉണ്ട്, അപ്പോൾ നമുക്ക് അതും കൂടി കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് കണ്ടോ നെക്സ്റ്റ് പോണത്. അപ്പോൾ നമ്മുടെ വ്യൂ പോയിൻ്റ് എത്താറായിട്ടുണ്ട്. അപ്പോൾ അവിടെ കണ്ട കാഴ്ചകളാട്ടോ പിന്നെ നമ്മൾ കാണുക. അപ്പോൾ ഇവിടെ ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ ചായയൊക്കെ കുടിച്ചായിരുന്നു കേട്ടോ, അതൊന്നും നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു കേട്ടോ, ഒന്നും കാണാൻ പറ്റിയില്ല. അതാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു. ഫുള്ള് കോട വന്ന് മറഞ്ഞിരിക്കണോണ്ട് നമുക്കൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ അധികം നേരം അവിടെ നിന്നില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പോന്നു. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എല്ലാവരുമായിട്ട് എടുത്തു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഫുൾ ടീം എന്ന് പറഞ്ഞത്. എല്ലാവരും അടിപൊളി മെമ്പേഴ്സായിരുന്നു. അപ്പോൾ അത്രയും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാവും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.